തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ. എന്നാലും വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഉണ്ണി വന്നു എന്നറിഞ്ഞപ്പോ. ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം. അതെ അതെ, കല്യാണം കഴിക്കാതെ ചെറുക്കന് പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ? അല്ല, ദുബായ്ക്കാരൻ എന്തിയെ? അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ പോയിരിക്കുക, വരും. ഓ, ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവരാന്ന്. അതിനെന്താ, ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. അമ്മേ, ഫോട്ടോ ഒന്നും കൊടുത്തു വിടണ്ടമ്മേ. അതെന്താ? ചെറിയമ്മ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞു തുടങ്ങിയ. ഓഹോ, എനിക്ക് വേണ്ട, കൊടുക്കണ്ട. എന്റെ ഉണ്ണിയന്റെ ഫോട്ടോ. ഇത് പരമശിവല്ലേ? പരമശിവോ? ഇതെന്റെ ഉണ്ണിയേട്ടനാ. 4 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന പരമശിവത്തെ എനിക്കറിയില്ലേ? വെറുതെ അല്ല 10 കാശ് സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞ് ഗോപിയെ പിടിച്ചവിടെ നിർത്തിയത്. കൊലയാളിക്ക് വേറെ ആര് പെണ്ണു കൊടുക്കാനാ? ഇത് ദിവാകരൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതെ, വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ. മോനെ, ദുബായിന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്കായിരുന്നു അമ്മ ഏട്ടൻ. അയ്യോ, അയ്യോ. അമ്മേ, അമ്മേ, എടുക്ക. ആ കറിയാച്ചിന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തമ്മേ. ഇനി എന്റെ അമ്മയുടെ പേരിൽ ഒരു ബാധ്യതയില്ല. ദാ നമ്മുടെ തറവാടിന്റെ ആധാരം കണ്ട. എന്താ ഭാരതിയമ്മയ്ക്ക് സന്തോഷായില്ലേ? നീയാണോടാ പരമശിവം? ചോദിച്ചത് കേട്ടില്ലേ? നീയാണോ പരമശിവം? അമ്മേ, ആരതൊക്കെ? നീ പരമശിവല്ലെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയണ നിന്റെ അമ്മയോട്. സാർ, ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാൻ ഈശ്വരനായിട്ട് അറിയിച്ച തന്നെ. അമ്മേ, അമ്മ കരുതണ പോലെ ഒന്നും ഞാൻ അമ്മ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഗോപിയെ, എടുക്കടി നിന്റെ ബാഗ് സാധനമൊക്കെ. നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ ജീവിത. ഇനി ആര് കെട്ടുള്ളേ? അവള് വരുന്നില്ല. ഗോപിക എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചോളാമെന്നാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത്. അത് തന്നെ നടക്കും. എനിക്ക് ആ മക്കള് 2. അമ്മേ, ഇല്ലമ്മേ, ഇങ്ങനെ ഒരു കല്യാണത്തിന് ഞാനും കൂടി സമ്മതിക്കണ്ടേ? നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഉണ്ണിയേട്ടൻ എന്നെ ചതിച്ചിട്ടില്ല. എല്ലാം എല്ലാം എനിക്കറിയായിരുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടിയ ഉണ്ണിയേട്ടൻ. എന്തായി, കിട്ടിയോ? ഹായ് ലെഫ്റ്റനന്റ് കമാൻഡർ, ഹൗ ആർ യു? ഞാൻ ഒരുപാട് നിന്നെ ട്രൈ ചെയ്തു. നീ എന്താ ഫോൺ എടുക്കാൻ? സോറി, സ്വല്പം തിരക്കിലായി പോയി. എന്താ പ്രശ്നം? നീ ഈ ലോകത്തൊന്നും അല്ലേ, കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. എന്ത് പറ്റി? എന്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും കൂടി കല്യാണമൊക്കെ നിശ്ചയിച്ചു. പെണ്ണാരാന്നറിയോ? പൂജ. കൺഗ്രാറ്റ്സ്, ഞാനും അറിഞ്ഞു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? അല്ല, നമ്മൾ തമ്മില് ഇഷ്ടമാണെന്നുള്ള കാര്യം. ആണോ? എന്ന് നീ വിശ്വസിച്ചു. അപ്പൊ എന്റെ ദൗത്യം സക്സസ്. ഓർമ്മ
ഓർമ്മയുണ്ടോ നിന്റെ ആ എൻട്രി? അന്ന് ഈ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി മണ്ടൻ കിരീടണിയിച്ച് നീ ഹീറോയിസം കാണിച്ചു. അതെ, കടുവായെ പിടിച്ച പഴയ കിടുവ മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ചാലഞ്ച് ചെയ്തതായിരുന്നു ഇതേ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്നെ ഒന്ന് ഫുൾ ആക്കണമെന്ന്. അത് സാധിച്ചു. അല്ല, മനസ്സിലായില്ല. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങൾ തമ്മിലുള്ളൊരു സീക്രട്ട് പ്ലേയാ. ഏയ്, മത്സരത്തിൽ കോംപ്ലക്സ് പാടില്ല. ഫുൾ ആയത് സമ്മതിക്കാൻ എന്താ എത്ര മടി? തന്റെ ഉദ്ദേശം അതായിരുന്നെങ്കിൽ നിഷേധിക്കുന്നില്ല. ഓക്കെ, നൗ ഐ ആം എ ഫൂൾ. തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തന്റെ പ്രോഗ്രാം നടക്കട്ടെ. അല്ല, എന്റെ തിരുമണ്ടനുള്ള സമ്മാനങ്ങൾ വേണ്ടേ? ഇപ്പോ അയാള് വെറും മണ്ടൻ, നീ മിടുക്കി. ഇതാണ് യഥാർത്ഥ പിങ്കി ഷോ. നന്നായിട്ടുണ്ട്. പൂജയുടെ കല്യാണം നടക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നീ കരുതുന്നുണ്ടോ നിന്റെ ഈ പ്രകടനങ്ങളൊക്കെ അയാള് പൂർണ്ണമായും വിശ്വസിച്ചു എന്ന്? അത്രയ്ക്ക് മണ്ടനല്ല അയാള്. പക്ഷേ എങ്ങനെയെങ്കിലും അവനത് വിശ്വസിപ്പിച്ചേ പറ്റൂ. ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിന്റെ പെണ്ണാണെന്ന് നീ അവനോടൊരു കള്ളം പറയണം. അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ബലിപ്പിച്ചാലേ അവനത് വിശ്വസിക്കത്തുള്ളൂ. പ്ലീസ്, എനിക്ക് വേണ്ടി നീ അത് പറയണം. ശരിയാ, പഴമക്കാര് പറയുന്ന പോലെ 1000 കള്ളം പറഞ്ഞാൽ ഒരു കല്യാണം നടക്കണമെന്നാ പറയാം. ആ, ലൊക്കേഷനിൽ വന്നപ്പോ സംസാരിക്കാൻ പറ്റിയില്ല. അവള് കാണിച്ച് പ്രേമവും നടവൊക്കെ ഞാൻ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. പക്ഷെ സാറ് അത് തെറ്റിദ്ധരിച്ചു. ഒരു തെറ്റിദ്ധാരണ, ലിവിറ്റ്. ഞാൻ അപ്പോഴേ അത് മറന്നു. ഇരുമ്പ് വളയ്ക്കാൻ അത്രയ്ക്ക് പാടില്ല, പക്ഷെ ഒരു പെണ്ണിനെ വളച്ചെടുക്കാനാ, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾക്ക്. അതെ, ഇപ്പൊ എന്റെ പെണ്ണ അവള്. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തില്ല. സോറി, എനിക്കത് അറിയില്ലായിരുന്നു. എനിവേ, യു ആർ ലക്കി. ഇത് മാത്രം പോരാ, പിന്നെ പൂജയുടെ കല്യാണം നടന്നാലേ ഞങ്ങളുടെ വിവാഹം നടക്കുള്ളൂ. എന്റെ മുമ്പിൽ അവൾ വെച്ച ഒരേ ഒരു കണ്ടീഷൻ അത് മാത്രം. സാറ് ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ. എക്സ്ക്യൂസ് മീ. ഹലോ. ആ, ഒരുവിധം ലീവ് ഒപ്പിച്ചെടുത്തു. ഇപ്പൊ തന്നെ പുറപ്പെടും. കണ്ടില്ലേ, കല്യാണത്തിന് എന്നെക്കാൾ തിടുക്കം എൻ്റെ വീട്ടുകാർക്ക്. പൂജയുമായുള്ള വിവാഹത്തിന് അവർ തീയതി വരെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും ദൈവം നിശ്ചയിച്ച പോലെ നടക്കുള്ളൂ. അത് നല്ലതിനാവും. എന്തായാലും തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഒരു തുക്കട ക്യാമറയും തൂക്കി നല്ലൊരു പെൺകുട്ടി ഒപ്പിച്ചെടുത്തില്ലേ. എനിവേ, കൺഗ്രാറ്റ്സ്. ഹാപ്പി ജേണി. താങ്ക് യു. ഒടുവിൽ അവരുടെ കോമഡി ഷോയിലെ അവസാന ഭാഗം പോലെ ആ മണ്ടൻ കിരീടം നീ സ്വയം അണിഞ്ഞു എനിക്ക് വേണ്ടി. കല്യാണത്തിന്റെ തലേന്ന് പോലും നിന്റെ ഒന്നും മനസ്സ് ശുദ്ധമല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താ രാംകുട്ടി, എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ? ഇവന്റെ കൂടെയുള്ള അഴിഞ്ഞാടലിൽ നിർത്താറായില്ലെന്ന് എനിക്കിനി. കളിക്കൂട്ടുകാരനെ മുറച്ചക്കനാന്നൊക്കെ പറഞ്ഞു എന്ത് തോന്നിയ വന്ന രാമൻകുട്ടി എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായ? വേണ്ട, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. എന്നോട് നീ പറഞ്ഞിട്ടില്ലേ നീ ഇവിടെ സ്നേഹിച്ചിരുന്നു? ഇല്ലേ? നീ പറഞ്ഞിട്ടില്ലേ? അതെ, നീ പറഞ്ഞു. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവന് നിനക്ക് ഇഷ്ടമാണെന്ന്? വേണ്ട, ന്യായീകരണങ്ങളൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് സ്നേഹിക്കാൻ ഒരാള്, കല്യാണം കഴിക്കാൻ വേറൊരാള് അല്ലടി. എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുക. സാറിന്റെ മകളെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്താ ഉണ്ടായേ? ഇവള് ശരിയല്ല ചോട്ടാ.
ഇവര് തമ്മിൽ പണ്ട് ഇഷ്ടാ. കല്യാണം ഉറപ്പിച്ചിട്ടും ഇവര് തമ്മിൽ എന്തൊക്കെയാ നീ പറയുന്നത്? ചെറുപ്പം മൂലം ഒരുമിച്ച് വളർന്നവരവര്. ആ ബന്ധം നീ സംശയിക്കരുത്. നീ ഇങ്ങോട്ട് വന്നേ. വേണ്ട, ഈ കാര്യത്തിൽ അച്ഛൻ ഇടപെടണ്ട. എന്റെ വിവാഹം എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ആയിക്കോട്ടെ, എന്നാലും നിന്റെ അച്ചുവേട്ടനല്ലേ പറയുന്നത്. നീ ബഹളം ഉണ്ടാക്കാതെ വാ. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഈ കാര്യത്തിൽ എനിക്ക് ആരും ഉപദേശമൊന്നും വേണ്ട. അച്ഛനൊന്ന് പോകുന്നുണ്ടോ? ഈ കല്യാണം നടക്കില്ല. നീ വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. ഈ കല്യാണം നടക്കണം. നീ എന്റെ അനുജനാണെങ്കിൽ ഈ കല്യാണം നടന്നിരിക്കും. അച്ഛൻ എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവളെ എനിക്കിപ്പോ വിശ്വാസമില്ല. കണ്ടവന്റെ ഉച്ചശ എന്റെ തലയെ കെട്ടിക്കാൻ അച്ഛൻ എന്താ നിർബന്ധം? എന്താണോ നീ പറഞ്ഞത്? ഇല്ലാത്ത കഥകളുണ്ടാക്കി ഒരു പെങ്കൊച്ചിന്റെ ജീവൻ തകർക്കാൻ നോക്കിയ തന്റെ മനസ്സിത്ര വൃത്തികെട്ടതാണെന്ന് അറിഞ്ഞില്ല. നിങ്ങളുടെ സ്നേഹത്തിന് കൂട്ടുനിന്നവനാ ഞാനും. ഒടുക്കം താനിവളെ ചതിച്ച ദൈവം പോലും പൊറുക്കില്ല. ഈ കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാക്കിയിട്ട് കല്യാണം എങ്ങാനും നീ വേണ്ടാന്ന് വെച്ചോ, പിന്നെ നീ ഞാനോട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അച്ഛനായി പറയുന്നത്. വേണ്ട അച്ചൂട്ട, എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത രാമൻകുട്ടിയെ ഇനി നിർബന്ധിക്കരുത്. എനിക്ക് ഈ വിവാഹം വേണ്ട. ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ച രാമൻകുട്ടിയല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. രാമൻകുട്ടി പൊക്കോളൂ. ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ വരരുത്. ഒരിക്കലും. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയാം. അവളൊരു പാവ. പക്ഷേ എനിക്ക് ഭീതിയുള്ള മാർഗം ഞങ്ങൾ തമ്മിൽ ചേരരുന്ന ഈശ്വര നിശ്ചയം. അവളെ രക്ഷിക്കണം. ഒന്ന് സി ഓഫ് ചെയ്യാൻ പോലും അവരാരും വന്നില്ല. ഒരു കണക്കിന് നന്നായി. ആകാശ് വന്നിരുന്നെങ്കിൽ വീണ്ടും ഇവിടെ വെച്ചൊരു സെപ്പറേഷൻ, അതിൻ്റെ ഒരു സഡൻ ഡിപ്രഷൻ മോൾക്ക്. ഏയ്, അവൾക്കതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. വേണ്ട, വരാതിരുന്നത് നന്നായി. സാർ, ദൈവം നേരത്തെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് സാർ. നമ്മൾ എന്ത് ന്യായം പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. ഒടുക്കം ദൈവം തന്നെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ആകാശിന്റെ ടിക്കറ്റ് സാറിൻ്റെ കയ്യിലില്ലേ? അത് ക്യാൻസൽ ചെയ്തോ? ഇതാ അവൻ്റെ പാസ്പോർട്ടൊക്കെ. സാറ് എന്നെ കൊണ്ടുവയ്ക്കോ? എനിക്ക് സമ്മതമാണ് സാർ, പരിപൂർണ സമ്മത. ആകാശ്, അമ്മ ആഗ്രഹിച്ച അവൻ്റെ സുഖവും സന്തോഷമാണെങ്കിൽ അതെന്നേക്കാളും കൂടുതൽ കൊടുക്കാൻ കഴിയുക നിങ്ങൾക്ക് തന്നെയാണ്. സ്നേഹം കിട്ടിയും കൊടുത്തൊന്നും എനിക്ക് പരിചയമില്ല സാറേ. അവന് ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവന് പപ്പയും അമ്മയും തന്നെയാണ്. സകല സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടി നിങ്ങൾ അവനെ വിളിക്കുമ്പോൾ ഇനി എന്തിൻ്റെ പേരിലാണ് സാർ ഞാനത് നിഷേധിക്കുക? സ്വാർത്ഥത, എൻ്റെ വെറും സ്വാർത്ഥത. ഇല്ല സാർ, ഇപ്പം എനിക്കത് ബോധ്യമായി. അത് കണ്ടോ സാറേ, അവരുടെ ആ ലോകത്ത് ഈശ്വരനല്ലാതെ വേറെ ഒരാൾക്ക് റോളില്ല. ആ പൊട്ടിച്ചിരിക്കാൻ സന്തോഷത്തിന് പകരം വയ്ക്കാൻ ഞാൻ എന്താ കൊടുക്കുക സാർ? എന്ത് കൊടുത്താലാ അവൻ്റെ ആ ബട്ടർഫ്ലൈക്ക് പകരാവുക? കൊണ്ടുപോയിക്കോ സാർ. അവൻ്റെ ബട്ടർഫ്ലൈക്ക് ഈശ്വരൻ ഒരാപത്തും വരുത്തൂല. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഇനി തന്നോട് ഞാൻ എന്താ പറയാ? കരള് പറിച്ചെടുത്താണ് താനീ തരുന്നതെന്നറിയാം. ദൈവം അനുഗ്രഹിച്ചാൽ
മോളുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾ വരാം. അല്ലെങ്കിൽ തനിക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. എല്ലാവർക്കും വരാം. സാർ, എപ്പോഴെങ്കിലും അവൻ സാറിനൊരു ബാധ്യതയായിട്ട് തോന്നുകയാണെങ്കിൽ സാർ മടിക്കരുത്. അവനെ തിരിച്ചയച്ചോളൂ. 2 കൈ നീട്ടി അവനെ സ്വീകരിക്കാൻ ഈ ഏട്ടൻ എന്നും ഇവിടെ ഉണ്ടാവും. ആകാശ് ഞങ്ങളെ പപ്പാന്നും മമ്മാന്നോ വിളിക്കുന്നത്. ഇനി ആനന്ദിനും അങ്ങനെ തന്നെയാ. ഓട്ടെ. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോ ആകെ ഒരു വിഷമം. യാത്ര പോലും പറഞ്ഞില്ല അതിനോട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ചേട്ടൻ അങ്ങോട്ട് വരാൻ പാടില്ല. ദേ നോക്കിയേ ചേട്ടനെ, ഇതിലുണ്ട് കേട്ടോ. ഈ ബാഗിലുണ്ട്. ബാഗ് ഇത് കണ്ടോ? ദേ ഇത് ചേട്ടൻ. ഇത് മോൻ. മോൻ അങ്ങനെ ദേ ഇതിനകത്ത് ഉണ്ടാവും എന്നും ഈ ചേട്ടൻ കേട്ടോ. ഇതിങ്ങനെ എന്നും എൻ്റെ മോൻ്റെ നെഞ്ചത്ത് തന്നെ ചേർന്ന് കിടക്കണം. ഇതിലല്ലേ നമ്മുടെ പാവ അമ്മയും മോൻ്റെ ചേട്ടനെ കൊള്ളത്. ആര് ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ. ചെല്ലേ, അല്ലെങ്കിലേ മോന്റെ ബട്ടർഫ്ലൈ പറന്നു പോവും. നിങ്ങൾ ഒരുമിച്ചില്ല, എനിക്കത് മതി. എന്തിനാടാ നിങ്ങൾ ഒരിക്കലും പെരിയരുത്. ഞാനും അതല്ല, നിങ്ങളുടെ സ്നേഹമാണ് വലുത്. കുഞ്ഞുമാതു ആരില്ല പെങ്ങൾക്ക്. ഇവള് എന്റെ കൂടി പെങ്ങളല്ലടാ.
സോറി ഡാഡി, ഞാൻ ഒരല്പം ലേറ്റായി. പവിയുടെ അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും രജിസ്റ്റർ മാരേജ് ഞങ്ങൾ ഇന്നങ്ങ് നടത്തി. അതുകൊണ്ടാണ്. അച്ഛാ, ഇതാ എൻ്റെ ഡാഡി. ഡാഡി, ഇത് അറിയാം. കൺഗ്രാസ്. താങ്ക്സ്. ശ്രീദേവിയോട് കൂടിയാ പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോൾ ഇവളുടെ മമ്മിക്ക് വലിയ സർപ്രൈസ് ആയിരിക്കും. മിസ്റ്റർ ദാസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാറിൽ വെച്ച് മോള് പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇതുവഴി വരാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇനിയും കുട്ടികളുടെ കാര്യം നമുക്ക് അതൊന്ന് സംസാരിച്ച് തീരുമാനിക്കണം. യു ആർ റൈറ്റ്. ഇനി കുട്ടികളുടെ കാര്യമാണ് സംസാരിക്കാനുള്ളത്. തൽക്കാലം ഞാൻ മിസ്റ്റർ പവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. വരൂ. So that was your decision. എൻ്റെ മകളെക്കാൾ നിനക്ക് സ്നേഹം അച്ഛനോടായിരുന്നു അല്ലേ? സ്നേഹം അളന്നു നോക്കാനൊന്നും എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, അച്ഛൻ്റെ സന്തോഷം. അത് നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും നേടണ്ട. നിനക്കിതുകൊണ്ട് സംഭവിച്ച നഷ്ടങ്ങൾ എത്ര വലുതാണെന്നറിയോ? നഷ്ടം എനിക്കല്ല, നിങ്ങൾക്കാ സംഭവിക്കുക. ഹണിമൂണിന് അമേരിക്കയിലേക്ക് വന്നാൽ മതി. കണ്ടില്ലേ, ഒന്നും അറിയാതെ അഞ്ജന ചിരിക്കുക. സ്റ്റേജിൽ ചെന്ന് നിങ്ങൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമ്പോൾ അവളുടെ ചിരി മായും. ഒരക്ഷരം മിണ്ടാതെ ഞാൻ അവളെ തിരിച്ചയച്ചത് എത്രമാത്രം വേദന ഉള്ളിൽ ഒതുക്കിയാണെന്ന് അപ്പോൾ മനസ്സിലാക്കും. ആ നിമിഷം നിങ്ങളുടെ എല്ലാ കണക്കൂട്ടലുകളും അവസാനിക്കും. പിന്നെ ഒരു ഞൊടിയുടെ പാഴാക്കാതെ അഞ്ജന എന്റെ അരികിലേക്ക് ഓടിയെത്തും. അതിന് ഞാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിന് നിങ്ങളുടെ അനുവാദം ആർക്കും ആവശ്യമില്ല. സ്നേഹം സത്യമാണെങ്കിൽ സ്നേഹിക്കുന്നവരെ ഒരു ശക്തിക്കും വേർപെടുത്താനാവില്ല. അതിന്റെ ഒരിക്കലും മരിക്കാത്ത തെളിവുകളാ എന്റെ അച്ഛനും ടീച്ചറും. ആ സാധു സ്ത്രീ ഒരായുസ് മുഴുവൻ എൻ്റെ അച്ഛനെ കാത്തിരുന്ന പോലെ ഞാനിവിടെ അഞ്ജനെ കാത്തിരിക്കും. എൻ്റെ കാത്തിരിപ്പ്, എൻ്റെ സ്നേഹം, അതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ അഞ്ജനയെ നിങ്ങൾ ഏത് കടലിനപ്പുറം കൊണ്ട് ഒളിപ്പിച്ചാലും അവൾ തിരിച്ചു വരും, എത്ര കാലം കഴിഞ്ഞാലും. പവൻ, താൻ വെറും പവനല്ല, പത്തരമാറ്റ് തങ്കമാണ്. ഈശ്വരനൊരു അച്ഛന് കൊടുത്ത സ്നേഹത്തിൻ്റെ, നന്മയുടെ പത്തരമാറ്റ് തങ്കം. ഇന്നലെ കണ്ട ഒരു പെണ്ണിന് വേണ്ടി ഒരു ജന്മം തനിക്കായി ജീവിച്ച അച്ഛൻ്റെ സന്തോഷം തല്ലി തകർത്തെങ്കിൽ തന്നോട് എനിക്ക് പുച്ഛം തോന്നുമായിരുന്നു. ഒന്നുകൂടി മിടുക്കിയായ മറ്റൊരു പെൺകുട്ടിയെ കാണുമ്പം താൻ എൻ്റെ മോളെയും തള്ളി പറയുമെന്ന് ഞാൻ കണക്ക് കൂട്ടിയേനെ. പക്ഷേ സ്നേഹത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് അതെൻ്റെ എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചളഞ്ഞു. താൻ എന്താ പറഞ്ഞത്? ജീവിതകാലം മുഴുവൻ താൻ എൻ്റെ മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വേണ്ടടോ, താൻ ഇനി ഒരു നിമിഷം അവൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ തരുകയാണ് അവളെ ഈ നിമിഷം, നിറഞ്ഞ മനസ്സോടെ, അഭിമാനത്തോടെ. എന്താ പെട്ടെന്നൊരു മിസ്റ്റർ മേനോൻ, നിങ്ങളോട് എനിക്ക് അസൂയാണ്. ചേട്ടാ, ഇങ്ങനൊരു മകനെ എനിക്ക് കിട്ടിയില്ലല്ലോ. പക്ഷെ ഇനി ഇവനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരില്ല. ഇവനെ ഞാൻ സ്വന്തമാക്കാൻ പോവാ. മരുമകനായിട്ടല്ല, സ്വന്തം മകനായിട്ട്. ആത്മാക്കളുടെ പള്ളിയിൽ പെരുന്നാളെന്നാ തോന്നണേ. നല്ല മഴക്കോളുണ്ട്. സോമ, കുരുത്തക്കേട് പറയണ്ട, ആത്മാക്കള് പൊറുക്കുകയല്ല. ഞാനൊരു തമാശ പറഞ്ഞ. ആത്മാക്കൾക്ക് എന്താ തമാശ ഇഷ്ടമല്ലേ? ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു. എവിടെയായിരുന്നു ഇതുവരെ? വെറുതെ കുറച്ച് നടന്നു. വഴിയിൽ വെച്ച് പാലക്കച്ചനെ കണ്ടു. പിന്നെ പള്ളിയിൽ പോയി. ഓരോന്ന് പറഞ്ഞിരുന്ന് നേരം പോയതറിഞ്ഞില്ല. എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ പോയേ? ഞങ്ങൾക്കറിയാം, ഇവിടം വിട്ടുപോകാൻ വിഷമമുണ്ട് അല്ലേ? ഇത്ര വിഷമിച്ച് ചുമ്മാ പോണോ? പോവാതെ പറ്റില്ല. എത്ര കൊല്ലത്തേക്കുള്ള കോഴ്സാ? ഞങ്ങളൊരു ഗ്രൂപ്പായതുകൊണ്ട് എത്ര കാലത്തേക്കെന്ന് പറയാൻ പറ്റില്ല. ഗ്രൂപ്പോ? അതെ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ 5-6 പേരുണ്ട്. ഗ്രൂപ്പ് വിസയാ. ആന്നോ? അപ്പോ നീ? അല്ല, നിങ്ങള് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയോ? നീ വരട്ടെ എന്ന് കരുതിയിരിക്കുമായിരുന്നു. ആ, സോഫിയെ വിളിക്കേ. ആളെന്തേ? അന്നേച്ചി, കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാ,
അപ്പോഴത്തേക്ക് അവൻ വിഷയം മാറ്റിയല്ലോ. എന്തേ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ ആരെങ്കിലും കരയോ? പറയെന്താ കാര്യം? എനിക്ക് ജോലി കിട്ടി. അതിനാണോ കരയണേ? കൊള്ള. ജോലി കിട്ടിയതിന്റെ പേരിൽ കരയണ ഒരാളെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്റെ കർത്താവേ. സോഫി, എന്തേത്? പറയടോ. എന്റെ ചേട്ടന്റെ ജീവന് പകരമായിട്ടാ എനിക്ക് ജോലി കിട്ടിയത്. എന്താ കയ്യില്? ചേട്ടൻ, എന്റെ ചേട്ടൻ. സ്വന്തം പറയാൻ ഈ ലോകത്ത് എനിക്ക് എന്റെ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കത്തിക്കഴിഞ്ഞ എന്റെ ചേട്ടനെ സെമിത്തേരിയിൽ അടക്കിയിട്ട ഞാനിങ്ങോട്ട് പോന്നത്. മയക്കുമരുന്ന് കഴിച്ച് ഭ്രാന്ത് പിടിച്ച കുറെ ദുഷ്ടന്മാര് തീ വെച്ച് കൊന്നു എന്റെ ചേട്ടനെ. അവന്മാരുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തതിന് പകരം വീട്ടിയതാ. ചേട്ടനില്ലാത്ത ആ വീട്ടിൽ നിന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ അമ്മമാരുടെ അരികിലേക്ക് ഞാൻ ഓടിപ്പോരുമായിരുന്നു. ചേട്ടനില്ലാത്ത ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് ആദ്യം കരുതിയതാ. പക്ഷേ എന്റെ ചേട്ടനെ കൊന്നവരെ ശിക്ഷിപ്പിക്കാതെ മരിച്ച എന്റെ ചേട്ടൻ എന്നോട് പൊറുക്കില്ല. പ്രാർത്ഥനയ്ക്ക് സമയമായി. അമ്മമാരവിടെ കാത്തിരിക്കുക. സോളമൻ, അമ്മമാരോട് ഇതൊന്നും പറയരുത്. അവർക്കിതൊന്നും താങ്ങാനാവില്ല. ആരോടും ഒന്നും പറയണ്ടെന്ന് കരുതിയതാ. മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്ന അനി ഒരിക്കൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല. എന്താമേ? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മോനെ. എനിക്കിത് കാണാൻ വയ്യ മോനെ. അന്ന് ഞാൻ ഉറപ്പിച്ചു, എനിക്ക് പറ്റിയ കയ്യബദ്ധം, എന്റെ അശ്രദ്ധ.
അതെന്ത് വില കൊടുത്തും നേരെയാക്കണമെന്ന്. എടോ, ഇതൊരു നല്ല ലക്ഷണമാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്നിനേക്കാളും രോഗിക്കാവശ്യം മനോധൈര്യവും ആത്മവിശ്വാസവുമാണ്. തന്റെ അനുജനത് ആവശ്യത്തിലധികമുണ്ട്. ഇനി എത്രയും വേഗം അവന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷേ അതിന് കുറച്ചധികം ചെലവ് വരും. ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എന്ത് വേണേലും ചെയ്യാം ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ മിഷിഗണിൽ നെർവസ് സംബന്ധമായ ഒരു മോസ്റ്റ് മോഡേൺ ഹോസ്പിറ്റലുണ്ട്. 5% റിക്കവറി ചാൻസ് ഉള്ള രോഗികളെ പോലും രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടവർക്ക്. അനിക്കുട്ടന്റെ കാര്യത്തിൽ 50% ചാൻസ്. താമസിക്കും തോറും സുഖപ്പെടാനുള്ള ചാൻസും കുറയും. അതുകൊണ്ട് ഏറിപ്പോയാൽ 1 വർഷം, അതിനുള്ളിൽ നമുക്ക് അവനെ അവിടെ എത്തിക്കണം. പണം അതെനിക്കൊരു പ്രശ്നമായി. ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റാലും അവനെ ചികിത്സിക്കുന്നതിന് തികയായിരുന്നില്ല. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഗൗരിയുടെ പപ്പ വന്നത്. എനിക്ക് സ്പോർട്സിലുള്ള ടാലന്റ് അറിയാവുന്ന അദ്ദേഹമാണ് എന്നെ നമ്മുടെ കോളേജിൽ ചേരാൻ നിർബന്ധിച്ചത്. ഈ വർഷം തൊട്ട് വർഷാവസാനം നടക്കാറുള്ള സൗത്ത് സോൺ ഇന്റർ കോളേജ് മീറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായാൽ ഗുഡ്വേയുടെ പ്രൈസ് മണിയായ 10 ലക്ഷം രൂപയും അവരുടെ തന്നെ സ്പോൺസർഷിപ്പോടെ ജോലിയും നൽകുമെന്നുള്ള വിവരം എന്നെ അറിയിച്ചത് ഗൗരിയുടെ പപ്പയായിരുന്നു. അന്ന് തുടങ്ങിയതാ അവന് വേണ്ടിയുള്ള എല്ലാ പരിശീലനം. കഠിനമായ പരിശീലനം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവൻ, എൻ്റെ അനിക്കുട്ടൻ. ഇനി അധിക സമയമില്ല. വരുന്ന ഏപ്രിലിൽ ഡോക്ടർ പറഞ്ഞ കാലാവധി തീരും. അതിനു മുമ്പേ എനിക്ക് എൻ്റെ അനിയെ അമേരിക്കയിൽ എത്തിക്കണം. ഈ മാർച്ചില് ഇന്റർ കോളേജ് മീറ്റ് നടക്കുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും, എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനാവണം. ആയേ പറ്റൂ. ഇത് പൊട്ടിയ കണ്ണടയല്ലേ, നമുക്കിത് മാറ്റാം. മോനെല്ലാം നന്നായി കാണണ്ടേ? ദാ ഇത് വെച്ചോ. ഇപ്പൊ എല്ലാം നന്നായിട്ട് കാണാൻ പറ്റണ്ടോ? ഇതെന്തത്, ഡബിൾ ഡെക്കറോ? മോനെ ഒരു കണ്ണട മതി കേട്ടോ. നോക്കി, മോന്റെ ഈ ബാഗിലെ ഫോട്ടോയിലുള്ളത് ആരാ പറയേ? അത് മോന്റെ ചേട്ടന്റെ കുട്ടിക്കാലത്തുള്ള പടാ. ആ കുട്ടിച്ചേട്ടൻ വളർന്നു വലുതായതാ ഈ ചേട്ടൻ, മനസ്സിലായോ? അപ്പൊ ഞാനാരാ? മോന്റെ ചേട്ടൻ. ആരാ മോന്റെ ചേട്ടൻ? അവൻ എന്നെ മനസ്സിലാവണില്ലോടാ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അമ്മ ഏട്ടനാണെന്നും പറഞ്ഞ് അതിനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. കുട്ടേട്ടന്റെ 4 വയസ്സുള്ള ആ ഫോട്ടോ കാണിച്ചിട്ടാവും അതിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുക. ആ 4 വയസ്സുള്ള ഏട്ടനായിരിക്കും. അമ്മ പറഞ്ഞാണല്ലോ അവനോട് ആ ഫോട്ടോയും ഡയറിയും ഭദ്രമായിട്ട് സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ടാവും ആ ബാഗ് അവനിങ്ങനെ ആർക്കും തരാതെ കൊണ്ടു നടക്കണത്. ഇത്രയും കാലം അവൻ നിധി പോലെ കൊണ്ടുനടന്നത് എന്നെ അല്ലടാ. എനിക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അവൻ എന്നെ മനസ്സിലാവണം. ഞാനാണ് ആ ചേട്ടനെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അവൻ എന്നെ ചേട്ടാന്ന് വിളിക്കണം. ഇത് മോന്റെ ആരാ? അപ്പൊ ഇതോ? ഇത് ഞാൻ മോന്റെ ആരാ? ചേട്ടൻ. ആ ചേട്ടനാണ് ഈ ചേട്ടൻ, ഈ ചേട്ടനാണ് ഈ ചേട്ടൻ. അപ്പൊ ഈ ചേട്ടൻ ആരാ? മോൻ പറയേ. ഇത് ശരിയാവും തോന്നണില്ല. നമുക്കൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ആകാശിന്റെ കുട്ടിക്കാലം നമ്മൾ വർക്ക് ചെയ്ത് വെച്ചത് നോക്കാം. അത് നോക്കാം. ദേ ഇത് മോൻ കണ്ടാ? ഇതാരാ? ആ മോൻ. കാണിക്ക്. ഞാൻ ഇത് ഞാൻ. എന്റെ ഇതുപോലെ വളരുന്ന ഫോട്ടോ കാണിക്ക്.
ദേ ചേട്ടൻ വളർന്ന് 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 ഇതാരാ? ചെറുപ്പത്തിലെ ഫോട്ടോ ഇതാരാ? ചേട്ടാ പെട്ടെന്ന് മാറ്റി. ദേ ചേട്ടൻ വളർന്ന് വലുതേ 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 ഈ ചേട്ടനായി. ചേട്ടാ മോന് മനസ്സിലാവണുണ്ടോ? പെട്ടെന്ന് മാറ്റി. ഇതാരാ? ചേട്ടാ ചേട്ടാ ദേ വളർന്ന് വലുതായി. ചേട്ടാ ദേ ഇതാരാ? ആ ചേട്ടാ ദേ വളർന്ന് വലുതേ വലുതേ. ചേട്ടാ ചേട്ടൻ മോന്റെ ചേട്ടൻ കണ്ട ചേട്ടൻ ഈ ചേട്ടനെ മനസ്സിലായില്ലോ നിനക്ക്? ആ സുന്ദരേശനോ? കയറി വരൂ. ഹായ്, കാറിന്റെ കാറ്റൂരി വിട്ട് അങ്കിൾ. മോള് മറന്നിട്ടില്ല. സുന്ദരേശൻ ഇരിക്കൂ, ഞാൻ ഇച്ചാനെ വിളിക്കാം. മോള് വാ. രാധാമണിക്ക് എങ്ങനെയുണ്ട്? ഇനി പേടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. താങ്ക് ഗോഡ്. മനസ്സിന് സമാധാനം ഇപ്പോഴാ. ഇരിക്കും. എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. രാധാമണിക്ക് ജോലി കിട്ടിയപ്പോ അവളുടെ കൂടെ ഞാൻ വന്നത് അവൾ പോലും അറിയാതെ ജോലി കളഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാ. അതിനുവേണ്ടി ഞാൻ തന്നെയാ ചെറിയാനെ വിട്ടതും പോസ്റ്റ് ഒട്ടിച്ചതുമല്ല. അപ്പോ ഫയൽ അത് ഓഫീസിൽ വന്ന് ആരും കാണാതെ അതെടുത്ത് മാറ്റിയതും ഞാനാ. എന്നോട് ക്ഷമിക്കണം. പറഞ്ഞത് കേട്ടില്ലേ? രാധാമണി കൊലക്കൊടുക്കാൻ എല്ലാം പോക്കുതരം ചെയ്ത് ഇവനാ ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. പക്ഷെ അത് അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. അല്ലാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നു കരുതില്ല. ഇതൊന്നും സ്നേഹമല്ലടോ, ഭ്രാന്ത്. ഈ നിൽക്കുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങി 10-12 വർഷമായി. അതുകൊണ്ട് സ്നേഹത്തെ കുറിച്ച് താൻ എന്നെ പഠിപ്പിക്കേണ്ട. എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് സ്നേഹമുണ്ട്, അവർക്ക് തിരിച്ചും. ആ പെണ്ണ് ചത്തുപോകത്ത് തന്റെ ഗുണം കൊണ്ടല്ല, ആ കുട്ടിയുടെ നല്ല മനസ്സുകൊണ്ടാ. എന്നിട്ട് കള്ളക്കണ്ണീരും കരച്ചിലും. കൊടൈക്കനാൽ മുദ്രികയാണെന്ന് തോന്നുന്നു. നല്ല പൊളി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരായത്? മാത്യു സാറാ. ആ ഓഫീസർ സാറായിരുന്നല്ലേ? നമസ്കാരം. ഞാനങ്ങ് വീട്ടിലോട്ടൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. 24 മണിക്കൂറിനകം കാണാതായ ഫയൽ തരണമെന്നോ ഇല്ലേ സസ്പെൻഡ് ചെയ്ത് കളയുമെന്നോ അല്ലെ മൂക്കിക്കേറ്റി കളയുമോ എന്നൊക്കെ നീ മിണ്ടായിരടി. ആ ഫയൽ എടുത്തിട്ട് ഇവൾക്കെത്തിനാ പുഴുങ്ങി തിന്നാനോ? നിങ്ങൾ പോലീസിനോട് പരാതി പറയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഫയല് കിട്ടി. അത് എടുത്ത ആള് തിരിച്ചുകൊണ്ട് തന്നു. എന്നോട് മാപ്പും പറഞ്ഞു. മാപ്പ് കൊടുക്കാൻ സാറാര് മാർത്താണ്ട പറഞ്ഞു. ആ എടുത്തോട് ഒരുത്തം കാരണം എവിടെ കിടപ്പ് കിടക്കുന്നു. ആ ഫയൽ എടുത്ത് ആരാന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്നിട്ട് അവനെ പോലീസുകാരെ കൊണ്ട് സമാധാനം വരില്ല. പറയാതെ സാർ ഇവിടുന്ന് പുറത്തോട്ട് പോവില്ലല്ലോ. പോവില്ലല്ലോ. ആരാ സർ? എനിക്കതറിയണം. സാറ് തൊളിപ്പിച്ചിട്ട് കാര്യമില്ല, പറയണം. ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ചെയ്തത് രാധാമണിയുടെ ഭർത്താവ്. എവിടെ
ജോലി വെള്ളത്തിലേക്ക് അല്ലടാ. ചെലവ് നീ മുട്ടിച്ചു. ഇത് ഹോസ്പിറ്റലാ. ഹോസ്പിറ്റലിൽ മണ്ണാങ്കട്ടം. എന്താണ് കേട്ടോ? രാധമ്മേ, ഞാൻ എന്നോട് ക്ഷമിക്കണം. തൊട്ടുപോരുത്. എനിക്കിനി കാണണ്ട. പോ. പൊയ്ക്കോ. രാധമ്മേ, പോവാൻ. എന്റെ മോക്കിനി ഇങ്ങനെ ഒരു ഭർത്താവില്ല. ഇനി മേലാ നിന്നെ അവിടെ കണ്ടുവരുന്നു. നീ വിഷമിക്കണ്ട. സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. ഇനി അതോർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. രാധാമണിയെ സമാധാനിപ്പിക്കാനുള്ള വഴി എന്താണെന്ന് ആലോചിക്കുക. എന്നാലും അവളുടെ മുഖത്ത് നോക്കാനൊരു ധൈര്യക്കുറവ്. എന്തായി? അത് രാധാമണി രാധാമണി എന്താ വിളിച്ച? അവളെന്തെങ്കിലും പറഞ്ഞോ? പറ. രാധാമണിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. എന്നിട്ട് അവളെവിടെ? വരില്ല. ഒരുപാട് പറഞ്ഞു നോക്കി. നാൻസിയുടെ വീട്ടിലേക്ക് പോയി. ഇതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിലുള്ള എടുത്തിയാട്ടല്ലേ? അതുകൊണ്ടുള്ള പോക്ക. ചെല്ല്. സുന്ദരേശൻ ചെന്ന് വിളിച്ച രാധാമണി വരും. വരൂന്നേ. പോയി കൂട്ടിക്കൊണ്ടുവരൂ. പോകരുത്. എന്നെ വിട്ടിട്ട് എന്റെ പൊന്നുമോനെ എങ്ങോട്ടും പോകരുത്. ഇല്ലമ്മേ, അമ്മയും ഈ വീട് നാടൊക്കെ ഉപേക്ഷിച്ച് ഞാൻ പോവില്ല. ഒരിക്കലും. വിഷമിക്കരുത്. അമ്മയുടെ മോൻ തന്നെ ഞാൻ. എന്തിനാ ആ പാവത്തിന് വെറുതെ ഓരോ ആഗ്രഹങ്ങൾ കൊടുക്കണത്? ഞാൻ വെറുതെ പറഞ്ഞതല്ല. എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് പോലും നിങ്ങളൊക്കെ തന്ന സ്നേഹവും വാത്സല്യവും ഇപ്പോഴും എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. എനിക്കൊരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്നേഹം വാരിക്കോരി തന്നവരാ നിങ്ങൾ. നിങ്ങളെ വിട്ടിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ഇവിടുന്ന് പോവാൻ പറയരുത്. മോനി പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളാ. പക്ഷേ മോൻ പോയേ പറ്റൂ. മകനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് നല്ലോണം അറിഞ്ഞവനാ ഞാൻ. അതേ വേദനയോടെ മകനെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, മോന്റെ സ്വന്തം അച്ഛൻ. ആ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോയേ പറ്റൂ. കാത്തിരിക്കേ എൻ്റെ അച്ഛന് ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല മനുഷ്യൻ. ഒരു നിമിഷം പോലും എന്നെ ഓർത്ത് ദുഃഖിക്കില്ല അയാള്. എന്റെ ജീവിതം തകർത്തവനാ ആ മനുഷ്യൻ. അയാളുടെ അടുത്തേക്ക് ഞാൻ പോകില്ല. ഞാൻ എവിടെ ഉള്ളതെന്ന് അയാൾ ഒരിക്കലും അറിയാൻ വേണ്ട. അച്ഛാ, അങ്ങയുടെ മകനായിട്ട് ഇവിടെ കഴിയാൻ എന്നെ അനുവദിച്ചൂടെ? എന്താ ഒന്നും പറയാത്തെ? അച്ഛോ, ഭാസ്കരേട്ടാ, ഒരുപാട് ദ്രോഹിച്ചിട്ടും നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചില്ലേ? ഒരു വാക്ക് പറഞ്ഞൂടെ? എന്നെ പറഞ്ഞുവിടണ്ടെന്ന്. എന്നെ പറഞ്ഞുവിടല്ലേ? കാല് പിടിക്കാം.
നീ എന്റെ മോൻ തന്നെയാ. എവിടെയും പോണ്ട, ഇനി എന്റെ മോൻ എവിടെയും പോണ്ട. വിഷ്ണു, വേണ്ട, ഞാൻ നിങ്ങളുടെ മകൻ വിഷ്ണു അല്ല. ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാൻ ഈ നിൽക്കുന്ന മാഷിന്റെ മകൻ ഉണ്ണിയാ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെൺകുട്ടിയെ നിങ്ങൾ കൊന്നില്ലേ? അന്ന് മരിച്ചത് സ്വന്തം മകനാന്ന് കരുതിയാ മതി. ഇതെന്റെ 2ാം ജന്മമാണ്. ഈ ജന്മം എനിക്ക് തന്നത് ഈ മാഷും ഈ നാട്ടുകാരും ആ നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഇവരൊന്നും വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വരില്ല. പോയിക്കോ. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണണ്ട. ഓക്കെ, റിലാക്സ് റിലാക്സ്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിനക്ക് ജീവിക്കാം. അതിനുള്ള പ്രായവും പക്വതയും നിനക്കായി. പക്ഷേ എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിന്റെ അച്ഛനാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. വെറും ഒരു ദിവസത്തേക്കെങ്കിലും നീ എന്റെ മകനായിട്ട് എന്റെ കൂടെ വരണം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ ഇവിടുന്ന് കൊണ്ടാ പറ്റില്ല. വെറുതെ വാശി പിടിക്കരുത്. എന്നെ നിനക്കറിയാലോ. മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്. കൊണ്ടുപോകുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെന്റെ ശവമായിരിക്കും. മാഷേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. മോനെ, എന്തൊക്കെയായാലും സ്വന്തം അച്ഛനല്ലേ വിളിക്കുന്നത്. തൽക്കാലം അദ്ദേഹം പറയുന്ന അനുസരിക്ക്. ഒരു ദിവസത്തെ കാര്യല്ലേ, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ. കുട്ടി ധൈര്യമായിട്ട് പോയിട്ട് വാ. എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സമാധാനമായി പോയി വരും. ശരി, ഞാൻ വരാം. പക്ഷേ ഈ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്റെ മേലിൽ യാതൊരു അധികാരവും അവകാശവും ഉണ്ടാവില്ല. സമ്മതിച്ചു. എല്ലാവരും എന്നെ ഇവിടെ ഉണ്ണിയായിട്ട് കണ്ടു. അമ്മോന് എന്നെ അങ്ങനെ കാണാൻ പറ്റൂ? ഞാൻ അച്ഛന്റെ കൂടെ പോവാ. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. ഞാൻ വരും. അമ്മേ,
മനുഷ്യൻ ഇങ്ങനെ ആക്രാന്ത പാടില്ല. അവിടെ അതിന് ഇനിയും ബോധം വന്നിട്ടില്ല. അപ്പോൾ അവൻ ചോദിച്ചു, ഇനി ബോധം വന്നിട്ട് എല്ലാം തീർന്നില്ലേ? ദൈവം, ഇതിന്റെ ഇടയിൽ ഇതിനകത്തിരുന്ന യൂറോ മുഴുവൻ തീർത്തു നീ. എന്റെ സമനില തെറ്റിക്കില്ലട്ടാ. ഈ ബാഗിന് വേണ്ടി ഞാൻ നടത്തിയ സംഭവബഹുലമായ ത്യാഗങ്ങൾക്ക് ആര് സമാനം പറയൂടാ? നോക്കിയേ, കുറച്ച് പ്ലാസ്റ്റിക് പൂമ്പാറ്റയും ഒരു താഴത്തെ കുറ്റിയ ഡയറിയും. ഡയറിയാ? കുട്ടിക്കാലത്തെ ഫോട്ടോ ഇതങ്ങനെ അവന്റെ കയ്യില്? അമ്മയുടെ ആനന്ദിന് നിന്റെ ഓർമ്മകളിൽ നിന്ന് പോലും ഒരുപാട് ദൂരത്തിലാണ് ഈ അമ്മ. എൻ്റെ മോൻ്റെ മനസ്സിൽ ഈ അമ്മയെക്കുറിച്ചുള്ള ചിത്രം എന്തായിരിക്കുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാം. സാരമില്ല, അമ്മയ്ക്കതിൽ വിഷമമില്ല. തെറ്റമ്മയുടെ തന്നെയല്ലേ. അന്ന് പടിയിറങ്ങി പോരുമ്പോൾ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും മോനെ വിട്ടുതരാതെ പിടിച്ചു വച്ച അച്ഛനോടുള്ള വാശിയായിരുന്നു അമ്മയ്ക്ക്. അതിനിടയിൽ വേദനയോടെയാണെങ്കിലും നിന്നെ അമ്മ മറന്നു കളഞ്ഞു. മാപ്പ്. നീ വളരുന്നതും വലിയ ആളാവുന്നതുമൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഇത്ര നാളും അമ്മ കരഞ്ഞു തീർത്ത കണ്ണുനീര് ആരും കണ്ടിട്ടില്ല. എല്ലാ സങ്കടങ്ങളും മറക്കാൻ പിന്നെ ഈശ്വരൻ അമ്മയെ അനുഗ്രഹിച്ചു തന്നതാണ് നിന്റെ ഈ പാവ അനിയനെ. അവനെ സ്നേഹിച്ചും ലാളിച്ചും കൊതി തീരുന്നതിന് മുൻപ് ദൈവം വീണ്ടും പരീക്ഷിക്കുകയാണ്. മരിക്കാൻ അമ്മയ്ക്ക് പേടിയുണ്ടായിട്ടല്ല, പക്ഷേ ഇവന്റെ നിഷ്കളങ്കമായ ഈ ചിരിയുടെ മുമ്പിൽ അമ്മ തോറ്റുപോവുകയാണ്. ലോകം എന്താണെന്നറിയാത്ത അവന് ഇനി ഈ ലോകത്തിലാകെയുള്ളത് കൂടപ്പിറപ്പായ നീ മാത്രമാണ്. അവനെ നീ ഉപേക്ഷിക്കുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ നിന്നെ ഏൽപ്പിക്കുന്നത് വരെയെങ്കിലും മരണം നീട്ടിക്കിട്ടണമെന്ന ഒറ്റ പ്രാർത്ഥനയെ അമ്മയ്ക്ക് ഇപ്പോഴുള്ളൂ. വയസ്സിൽ ഇട്ടെറിഞ്ഞു പോയ അമ്മയോട് എന്നും പകയെ തോന്നിയിട്ടുള്ളൂ. മനസ്സുകൊണ്ട് പ്രാഗിയിട്ടുണ്ട് 1000 വട്ടം. ജീവിച്ചിരിപ്പില്ല എന്ന ട്രാവൽ ഏജന്റ് വന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചുകൊണ്ടല്ലേ കേട്ടു നിന്നത്. തെരുവ് പട്ടികളെ പോലെ ആട്ടും തുപ്പും കൊണ്ട് വളർന്ന നമുക്കെങ്ങനെയാ ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ വില മനസ്സിലാവണത്? അല്ലടാ കുട്ടേട്ടാ, അതിന് ബോധം തെളിഞ്ഞു. ബാഗിന് വേണ്ടി ബഹളം വെക്കാം. ആഹാ, അതിനിടയ്ക്ക് ബാഗ് തുറക്കൽ യൂറോ എടുക്കലൊക്കെ കഴിഞ്ഞോ? അവൻ കൊണ്ടുവന്ന യൂറോ അല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ളതാ. അതിന്റെ കണ്ണട എവിടെ? അതൊന്നും കാണണ്ടാവില്ല. എന്താ കുട്ടി നീ കാണിച്ചത്? അവര് പറയുന്ന ഞാൻ കേട്ടതാ. അയാളാ എന്റെ ചേട്ടന്. അല്ല, എനിക്കറിയാം. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളാം നേറ്റത് കൊണ്ടാ അവൻ നിന്നോട്. സത്യം അറിയാതെ നീ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ദൈവം രക്ഷിച്ചു. എന്താ ഫാദർ? എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. കാര്യം പറയൂ ഫാദർ. അല്ല, പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തിന് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവളൊരു മണ്ടത്തരം കാണിച്ചു. എന്ത്? അല്ല, നീയും ട്രീസയും സംസാരിക്കുന്നത് കേട്ട് നിനക്ക് തന്ന പായസത്തില് അവള് വിഷം ചേർത്തു. സത്യമാണോ? ഞാൻ
കേട്ടത്? എന്നോട് പൊറുക്കണം. പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാനേ തോന്നിയത്. എന്റെ അമ്മമാര് എന്താ അർഹിക്കാത്തതാണെങ്കിലും നിനക്ക് കിട്ടിയ ശിക്ഷ നീ അനുഭവിച്ചു. തെറ്റിദ്ധാരണ കൊണ്ടും പക്വതയില്ലായ്മയുടെ എടുത്തുചാട്ടം കൊണ്ടും അവൾ ചെയ്ത തെറ്റിലുള്ള ശിക്ഷയും അവളോടുള്ള പ്രായച്ചിത്തം പോലെ നീ ഏറ്റുവാങ്ങിയില്ലേ? വലിയ മനസ്സാണ് നിന്റെ. അത്രയ്ക്ക് വലിയ ത്യാഗമാണ് നീ ചെയ്തത്. അതുകൊണ്ട് തന്നെയാ നിനക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയതും. ആ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും. പിന്നെ സോഫി, ആരുമില്ല അവക്ക്. ഞാൻ അവളെ ഒരു കോൺവെൻറ്റിലാക്കിയിരിക്കുക. കുറ്റബോധം കൊണ്ട് അവൾ ആകെ വീർപ്പ് മുട്ടി കഴിയുക. സിമിത്തേരിയിലെ കുർബാനയ്ക്ക് വരണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നതാ. പക്ഷേ നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ. കാണണ്ടേ നിനക്കവളെ? ചെല്ലെ, പ്രാർത്ഥനാ മുറിയിലുണ്ട്. വരുന്നുണ്ട് എൻ്റെ കൂടെ? നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒന്നിക്കുന്നതും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതും സ്വപ്നം കണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ട് ആത്മാക്കള് അവിടെ കാത്തിരിപ്പുണ്ട്. പോണ്ടേ നമുക്ക് കന്നഡ കളിയിലേക്ക്? എന്റെ കുഞ്ഞവിടെ? കുഞ്ഞാ? ഏത് കുഞ്ഞ്? നിങ്ങളാരാ മനസ്സിലായില്ല? എന്താ കള്ളു കുടിച്ച് വെളിവില്ലാതെ വീണ്ടും പോരിന് വന്നാണ്? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏത് വകുപ്പില്? നിങ്ങളുടെ നിക്കാഹ് ആചാരപ്രകാരം നടന്നാണോ? അല്ല. നിയമപ്രകാരം നടന്നാണോ? അതും അല്ല. അപ്പൊ പിന്നെ ഇയാണ് കുഞ്ഞിന്റെ വാപ്പാന്നുള്ളതിന് എന്താണ് തെളിവ്? സമുദായവും ബന്ധുക്കളും ഇല്ലാതെ നബീസു മനസ്സാ വരിച്ചതാ തന്നെ.
ഇപ്പൊ ഓള് തന്നെ മനസ്സാ ഉപേക്ഷിച്ചു. നിനക്ക് പോകാം. എന്താ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? നീ ഓള് തന്നെ ആ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടോ? നബീസു, ഇന്നലെ രാത്രിയും എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഒരുപാട് സ്നേഹമുള്ള അങ്ങനെയൊക്കെ ഞാൻ എല്ലാരെയും ഉപേക്ഷിച്ച് നിങ്ങളുടെ കൈ പിടിച്ച് വന്നോളാം ഞാൻ. ആ എന്റെ മുഖത്താ നിങ്ങൾ വാതിൽ കൊട്ടി അടച്ചത്. അടച്ചോനെ പോലെ ഞാൻ കരുതുന്ന വലിയ മമ്മയെ തല്ലിയത്. വേണ്ട, ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട. ഇനി എന്താ പൊയ്ക്കൂടെ? ആട്ടി അകറ്റിയിട്ട് പോണില്ലാന്ന് വെച്ചാ പിടിച്ചിറക്കന്നെ. വാടാ പോടാ. അയ്യോ മോൻ, എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം. പോണം, പോയേ പറ്റുള്ളൂ. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ മോനെ. ആലോചിച്ചു. കമ്പനിയിൽ തിരിച്ച് ജോയിൻ ചെയ്യാന്ന് ഞാൻ സമ്മതിച്ചു. ബോംബെ ചെന്ന ടിക്കറ്റ് റെഡിയാവും. എല്ലാ അഭ്യാസങ്ങളും കഴിഞ്ഞു. ഒളിച്ചോടാൻ നീ ഒരു സ്ഥലവും കണ്ടെത്തി. ഈ അച്ഛനും അമ്മയും ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരെ നാട്ടിലാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. വേണ്ട മോനെ, ഒരു തീരാ ദുഃഖം പേറി വന്നവരാ നമ്മള്. ആ നെഞ്ചിൽ ഇനി ഒരു ഭാരം കൂടെ തന്ന് വേണ്ട, നമുക്ക് എങ്ങടെ പോണ്ട. പറ്റില്ലമ്മേ, ഇനി ഇവിടെ നിൽക്കാൻ അമ്മയുടെ മോനെ കൊണ്ടാവില്ല. പോയേ തീരൂ. ജമീല, അങ്ങനെ ആ ശല്യം പോയി. ഓളെ ഒരു നോക്ക് കാണാതെ പോവാൻ പറ്റുമോ നിനക്ക്? വേണ്ട, നിന്റെ കുഞ്ഞിനെ. എന്റെ അള്ളാഹ്ക്കറിയാം നിങ്ങൾ ഒരുമിക്കാൻ ഞാൻ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. നീ വിളിച്ച എല്ലാം മറന്നു ഓള് വരുന്നു എന്റെ മനസാക്ഷി പറയുന്നുണ്ട്. ഒന്ന് വിളിച്ചൂടെ? ഈ മൂസുട്ടിന്റെ അവസാനത്തെ അപേക്ഷയാ. ചെല്ല്. വിളിക്കാം. ഓളെന്തീന് അകത്തിരുന്ന് കരയാ. നബീസു, ഇവൻ പോയില്ലേ ഒരു വിളി കേട്ട്? നബീസു, ശല്യം ചെയ്യാനല്ല, നിന്നെ ഒന്ന് കാണാനാ. വല്യമ്മാമയ്ക്ക് നീ തന്ന വാക്ക് മറന്നു അല്ലേ? തിരിച്ചു വരില്ലേ? സ്നേഹം തേടി വന്നവരാ, കണ്ടില്ലേ? കണ്ണീരായിട്ടാ തിരിച്ചു പോണത്. എനിക്കത് കാണാൻ വയ്യ.
എന്തിനാ ഈശ്വരൻ നമ്മളിങ്ങനെ പരീക്ഷിക്കണേ? സാബിനെ കെട്ടയച്ചു വിട്ടു. നാളെ രാവിലെ അച്ചേക്ക് ജാഫർ വരുന്നുണ്ടെന്ന്. നമ്മളിൽ 7 പേരെ വെടിവെച്ച് കൊല്ലാൻ വിധിയായിട്ടുണ്ടെന്നാ സെൻട്രി പറഞ്ഞത്. അതാരൊക്കെയാണോ കർത്താവ്? കൊന്നോടാ നായ്ക്കളെ. हमारे साहब को मार दिया. मारेंगे कल जाफर साहब को आने दे. सब हिंदुस्तानी कुत्तों वेट के करके मारेंगे. സാബ്, ഇത് മുഴുവൻ അനുഭവിക്കേണ്ടത് ഞാനാ. എനിക്ക് വേണ്ടി സാബിക്കിന് അഭിമാനമാണ്. എനിക്ക് മൻസൂറിനെ കൊന്ന നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കും. നാളെ ജാഫർ ഖാൻ എത്തിയ കൊല്ലാൻ പോണ 7 പേര് ആരൊക്കെയാണോ കർത്താവ്? മരിക്കാൻ പേടിയുണ്ടോ കുര്യച്ചന്? രാജ്യത്തിന് വേണ്ടി മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. അപ്പൊ ഭയണ്ടല്ലേ? നോക്ക്, നാടിനു വേണ്ടി മരിക്കുന്ന ധീര ജവാന്മാര് നക്ഷത്രങ്ങളാവും. അപ്പൊ നക്ഷത്രങ്ങളായി മുകളിൽ നിന്ന് നമുക്കെല്ലാം കാണാം. ആ നക്ഷത്രങ്ങള് പരപ്പനങ്ങാടിന് മുകളിലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഉമ്മാനും പെങ്ങന്മാരെയൊക്കെ കാണാമായിരുന്നു. പിറന്ന മണ്ണിൽ കിടന്ന് മരിക്കാൻ പറ്റില്ലല്ലോ എന്ന സങ്കടമേ ഉള്ളൂ എനിക്ക്. ആ മണ്ണിൽ അവസാനമായെന്ന് തൊട്ടുതൊടാൻ എല്ലാവരെയും കണ്ടൊന്ന് യാത്ര പറയാൻ. അമ്മേ, You bloody Indians! हरामजादों, बोलो, मंसूर को मारने की हिम्मत किसने की है? वो एक ऐसा मुजाहिदीन था जिसके ऊपर हमारे पूरे मुल्क को फख्र था. जिस किसी ने भी उसको मारा है, मैं उसके टुकड़े टुकड़े कर डालूंगा. ए तुम! ഇയാളെന്താ അലറിക്കൊണ്ട് പറയണേ? മൻസൂറിനെ കൊന്ന ഇന്ത്യൻ പട്ടികളെ വെട്ടി നുറുക്കുമെന്ന്. तुमने मारा मंसूर को? नहीं, मैं नहीं, मेरी कसम, आपकी कसम. तुम? ഞാനല്ല. नहीं. जिसका उसकी मौत के पीछे हाथ है बता दो, सिर्फ उसी को सजा दूंगा, नहीं तो सबको जला के राख कर दूंगा. ആരാന്ന് പറഞ്ഞ അയാളെ മാത്രമേ കൊല്ലൂന്ന്, ഇല്ലെങ്കിൽ എല്ലാരെയും തട്ടുമെന്ന്. എന്താടാ ചെയ്യാ? बोलो कुत्ते, तुमने मारा उसे? बोल, बोलो, बोल, तुमने मारा उसे? ഇയാളൊന്ന് സാറിനെ കൊല്ലു. സാബ് മരിക്കാൻ പാടില്ല. नो, हमने किसी को नहीं मारा, नहीं मारा. मैं बोलती हूँ. तुम्हें कैसे मालूम? मंसूर की मौत मैंने देखा. അവള് കണ്ടെന്നു. इनमें से कौन है? बोलो. इन लोगों से कोई भी नहीं. उनके ऊपर पत्थर गिर के वो मर गए. അപ്പോ നീ പിന്മാറില്ലെന്ന് വെച്ചാൽ സംഗതി ആകെ വശക്കടാവും. അവൾക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പങ്കൻ ആരാണ് അതിന്റെ വിചാരം? ആരായാലും എനിക്കെന്താ, അയാളും വരട്ടെ, വന്ന് എന്താ ചെയ്യട്ടെ. എന്നാലും ഒളിച്ചും പാത്ത് നടക്കാൻ എനിക്ക് വയ്യ. ഹൈ, പഠിപ്പും അറിവുള്ള നിന്നോട് ഇത് കൂടുതൽ എന്താ പറയുക? 1 or 2 ദിവസം ക്ഷേത്രമുറ്റത്ത് വെച്ച് ചിരിച്ചൂന്നും കളിച്ചൂന്നും വെച്ച് കല്യാണം കഴിക്കാൻ നിങ്ങൾ യക്ഷിയും ഗന്ധർവനൊന്നും അല്ലല്ലോ. അല്ല, പ്രായപൂർത്തി ഒരാണും പെണ്ണും അത്ര തന്നെ. നാട്ടു നടപ്പനുസരിച്ച് കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഈ നാട്ടിൽ നീതി നിയമമൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ് എന്ന്. നീ നിന്റെ വീട്ടുകാരുടെ മുഖത്ത് കരിവാരി തേക്കരുത്. അവർ ഈ കല്യാണത്തിൽ സമ്മതിക്കുന്നു നീ കരുതണ്ടോ? വേണ്ട, ആരുടെ സമ്മതം എനിക്ക് വേണ്ട. ആശാനും ഇഷ്ടമല്ലേ പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. എനിക്കിഷ്ടക്കേടൊന്നുമില്ല മോനെ. ഗൗരി നല്ല കുട്ടിയാ. പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെങ്കിലും നിനക്ക് ചേരുന്നോളാ.
പക്ഷേ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് പേടിയില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആറാട്ട് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോ ഗൗരി ഉണ്ടാവും എന്റെ കൂടെ. മിടുക്കി മിടുമിടുക്കി സ്വന്തം ഭർത്താവിനെ വേണ്ടെന്നൊക്കെ ചങ്കൂറ്റം കാണിച്ചവൾ അവളാടാ പെണ്ണ്. ഹാപ്പി ഡൈവേഴ്സ്. പഴവങ്ങാടി ഗണപതിക്ക് മുമ്പിൽ ഞാനെടുക്കുന്ന ഓരോ നാളികേരവും പൊട്ടിച്ചിതറുമ്പോൾ നിന്റെ കുടുംബ ബന്ധവും അതുപോലെ പൊട്ടിച്ചിതറണമെന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചവനാടാ ഞാൻ. നാളെ ഞാൻ 101 തേങ്ങയടിക്കും. ഒരു വിവാഹം മോചിത കേരളമാണ് എന്റെ സ്വപ്നം. ഡൈവോഴ്സ് ഓൺ കൺട്രി. ഒരുമാതിരി പുരക്ക് തീ പിടിക്കുമ്പോ വാഴോട്ടം നോക്കരുത് കേട്ടോ. ഇതിന് പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ ഞാൻ വന്നത്. തോക്കിന് പകരം തോക്ക്, ലാത്തിക്ക് പകരം ലാത്തി. കേട്ടിട്ടില്ല തോട്ട് ചരിത്രം കേട്ടിട്ടില്ല. കം ടു ദ റിയാലിറ്റി. വക്കീൽ നോട്ടീസിന് പകരം വക്കീൽ നോട്ടീസ് ഞാൻ അയക്കും. പിന്നെ നിനക്ക് പ്രൊമോഷൻ, ജോലിയിൽ 50 രൂപ അധിക ശമ്പളം. എന്തിന്? ഒരു ഡൈവോഴ്സ് ഭർത്താവിന് എന്റെ വക ആനുകൂല്യങ്ങളാണ്. സൂപ്പർ ലോട്ടോ അല്ലേ? എന്നിട്ട് വീണ്ടും ഭർത്താവാകൂ, കൈ നിറയെ കുട്ടികളെ നേടൂ, എന്നിട്ട് വീണ്ടും ഡൈവോഴ്സ് ചെയ്യൂ. കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. ഞാനെന്തിനും ഡീസന്റ് ആവണേ? ഇല്ലാത്ത പൈതൃകം, മരവിച്ചുപോയ മനസ്സാക്ഷി, കശാപ്പ് ചെയ്യപ്പെടുന്ന കുടുംബ ബന്ധങ്ങൾ കണ്ട് തുള്ളിച്ചാടുന്ന മനസ്സ്, സ്വന്തം ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഭാര്യ. എനിക്കെന്താ ഒരു കുറവ്? അത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം. എനിക്ക് ഇനി ഇവിടുത്തെ ജോലിയും വേണ്ട, നിങ്ങളുടെ ഉപദേശം വേണ്ട. തിരിച്ച് ഡൈവേഴ്സ് നോട്ടീസ് അയക്കാനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു കുടുംബം നല്ല രീതിയിൽ തകർക്കാൻ നോക്കിയപ്പോ സമ്മതിക്കില്ല ദ്രോഹികൾ. നീയൊക്കെ എന്റെ അടുത്ത് വരുവടാ, വരും. രാധാമണി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാം. അയ്യോ, ഇതാര്? എന്റെ മരുമോനോ? വന്നകാലെ നിക്കാതെ ഞവത്തോട്ട് കേറി ഇരിക്കണ്ട മുന്നാര മോനെ. എടി, വെള്ളം അടിച്ച് നിൽക്കാതെ ഉരുള ചായ ഇട്ടോണ്ട് കൊടുക്കടി. ഇത്തിരി ബൂസ്റ്റും കൂടി ഇട്ടോ, ക്ഷീണം കാണും. ഞാൻ രാധമ്മയൊന്ന് കാണാൻ വന്ന. അയ്യോ, അവളിപ്പോ വേണുഗോപാലിന്റെ കൂടെ കാർ കയറി പോയല്ലോ. അവരുടെ കല്യാണം നിശ്ചയിച്ചിരിക്കല്ലേ. സാരി വാങ്ങണമെന്നോ വീട് കാണണമെന്നോ ഞാൻ കരുതി നീ അറിഞ്ഞു കാണുമെന്ന്. ഇപ്പൊ അവന്റെ വീട്ടിൽ തന്നെ അവള്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കും. അതിന് അധികം നാളൊന്നും വേണ്ട. അയാളും 2ാം കെട്ട്, അവളും 2ാം കെട്ട്. അതുകൊണ്ട് കെട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല. അതിനു മുമ്പ് നീയായിട്ടുള്ള ഇടപാട് തീർക്കാൻ എന്റെ മോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കിട്ടിയില്ലേ? കിട്ടി. ഇതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ പച്ച കള്ള. ഞാൻ എന്റെ രാധമയെ തല്ലിയിട്ടില്ല, ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല, കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് വേറെ ഒരു സ്ത്രീയായിട്ടും ബന്ധമില്ല. നിങ്ങൾ ഒരാളാ ഇതിനൊക്കെ കാരണം. രാധാമണി എന്റെ മോളാ. ഞാൻ പറയണതേ അവൾ അനുസരിക്കൂ. നീ കുഞ്ഞിനെ കാണാൻ നടന്നിട്ട് എന്തായി? അവള് കാണിച്ചോ? ഇല്ല. അവളോട് മിണ്ടാൻ നടന്നിട്ട് എന്തായി? അവള് മിണ്ടിയോ? ഇല്ല. അറുത്ത് മുറിച്ചൊന്നും കൂട്ടിക്കെട്ടാൻ അവക്ക് താല്പര്യമില്ല. പിന്നെ നീ ഗുരുത്വമുള്ളവനാ. ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ നീ ആ വേണുഗോപാലിനെ പോയി തല്ലിയത് നന്നായി. അതുകൊണ്ട് അവളെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ കാണും, കോടതി വെച്ച് പിരിയാൻ വേണ്ടി ഒപ്പിടാൻ. അതിന് ഞാൻ ജീവനോട് ഉണ്ടാവില്ല, അത് ഉറപ്പാ. ചാവടാ. പിന്നെ നിന്റെ കുഞ്ഞിന്റെ കാര്യം, തണ്ട ചത്തു എന്ന് വെച്ച് ഭൂമിയിൽ ഒരു കുഞ്ഞും വളരാതിരുന്നിട്ടില്ല കേട്ടാ. ഗായത്രി കണ്ടോ? ഗായത്രി, ഉണ്ണിയെ ഇവര് ഒരുപാട് തല്ലി. ഒന്നുമില്ല, ഇവൻ വെറുതെ. ഗായത്രി കാണാൻ വന്ന ഞങ്ങള് നമ്മുടെ ബസ്സില് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ എങ്ങും നിന്നില്ല, തള്ളണ്ടേ വന്നില്ല അല്ലേടാ. ഗായത്രി ഇങ്ങോട്ട് പോന്നേ പിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായേ. എത്ര വിലപ്പെട്ടന്ന്. ഞങ്ങളെയും വണ്ടിയൊക്കെ വിട്ട് പോന്നേല് ഗായത്രിക്കും വിഷമമുണ്ടാവും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. എന്തിനാ? എന്നെ എന്റെ അച്ഛനെ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? എന്റെ കല്യാണ നിശ്ചയത്തിന്റെ തലേ ദിവസം തന്നെയുള്ള ഈ വരവ് അതല്ലേ? ഗായത്രി എന്താ ഇങ്ങനെയൊക്കെ? പിന്നെ എന്തിനാ വന്നേ? കുറച്ച് നാളത്തെ പരിചയമുണ്ടെന്ന് കരുതി നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങി വരുന്നു കരുതിയോ? നിങ്ങളാരും ഞാനാര്? നിങ്ങൾ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലമാണ് ഞാൻ തന്ന 5 ലക്ഷത്തിന്റെ ബാങ്ക് ഗ്യാരണ്ടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എന്നെ കാണാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇങ്ങോട്ട് വരരുത്. താൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചാ ഈ സമ്മാനം തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്.
കൊണ്ടുപോയിക്കോ. Get out and get lost. എല്ലാം അപ്പ പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പാവുക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ പഴയ ശത്രുവിന്റെ മകനെ ഞാൻ വരനായി സ്വീകരിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച ശേഷം ഞാൻ ജീവിച്ചെന്ന് തോന്നിയ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതെവിടെ? ഈ മന്ത്രി ബംഗ്ലാവിലല്ല, വഴിയോരത്ത് കിടന്ന ആ പഴയ ബസ്സില് അവരോടൊപ്പമാണ്. ആ പാവങ്ങളെ ഉപദ്രവിക്കരുത്. അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ അപ്പ. ഏത് നേരത്തായി ഈശ്വര ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കാണണ്ടായിരുന്നു. എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ. കണ്ണി ചോരയില്ലാത്തോളൂ മുടിഞ്ഞു പോവുള്ളൂ. നമ്മളെ മനസ്സിലാക്കിയില്ല. നീ എപ്പോഴായി സമ്മാനമൊക്കെ അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? ആർക്കറിയാം. ഉണ്ണിയേട്ടന്റെ ഗായത്രി. ഉണ്ണിയേട്ടന്റെ ഗായത്രി. ഈശ്വര, നമ്മുടെ രക്ഷ കരുതിയായിരിക്കും ഗായത്രി അപ്പ അങ്ങനെ. സുന്ദര, ഇനി നമ്മുടെ രക്ഷയില്ല, അവളെ രക്ഷപ്പെടുത്തണം. എന്താ തിരുമേനി? ഈ വിവാഹം നടക്കാൻ പാടില്ല. മകളെ വിവാഹം കഴിച്ച് അയക്കാൻ പോകുന്ന ഈ തെക്കേടത്ത് തറവാട് എനിക്ക് നന്നായിട്ടറിയാം. അവിടുത്തെ കാർന്നൂർ ചില കർമ്മങ്ങൾക്ക് വേണ്ടി പണ്ടിവിടെ വന്നിട്ടുണ്ടേ. നല്ല പരിചയാ. എങ്കിലും സത്യം മറച്ചു വെക്കുന്ന പാപമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് പറയാ, ആ തറവാട്ടിൽ സ്ത്രീകൾ വാഴില്ല. ആ കുടുംബത്തിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ അറിയാലോ. അത് നിങ്ങളുടെ രാമൻകുട്ടിയുടെ മുത്തശ്ശന്റെ ഭാര്യ അവരുടെ ആദ്യത്തെ പ്രസവത്തോടെയാണ് മരിച്ചത്. രാമൻകുട്ടി ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അവന്റെ അമ്മ പാമ്പ് കടിയേറ്റ് ജ്യേഷ്ഠന്റെ ഭാര്യ, പിന്നെ ഇവിടുത്തെ കുട്ടി. അങ്ങനെ എത്ര ഉദാഹരണങ്ങളാ കാണിച്ചെന്നേക്കണേ. അവിടെ സ്ത്രീകൾ വാഴില്ല എന്നുള്ള കാര്യത്തില് തർക്കമില്ല. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുക വിശ്വാസം ഉണ്ടെങ്കിൽ, അതല്ല വരുന്ന ഭവിഷ്യത്തുകളെ നേരിടാമെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തുക. പാവ എടുത്തിയമ്മ. ഞങ്ങളുടെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഏടത്തിയമ്മയായിരുന്നു. ശരിയാ. എന്റെ മോള് മറ്റൊരു ലോകത്തിരുന്ന് ഇപ്പൊ എല്ലാം അറിയുന്നുണ്ടാവും. എന്താ ഇന്ന് വല്ലാതെ? രാമൻകുട്ടി, സ്വസ്ഥമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് അല്പനേരം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. ചിലപ്പോ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിരിക്കാം. പക്ഷേ എനിക്കതങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഒരു മോള് നഷ്ടപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും അങ്ങ് തീർത്ത് മാറിയിട്ടില്ല. ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവൂ. മറ്റൊരാള് ഇതറിയരുത്. ഈ കാര്യങ്ങളൊക്കെ ഗൗരിയോട് പറഞ്ഞാൽ നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മരിക്കാൻ തയ്യാറായിട്ടാണെങ്കിലും അവൾ ഈ വിവാഹത്തിന് വേണ്ടി ശാഠ്യം പിടിക്കും. അതുകൊണ്ട് ഈ കഥകൾ ആരെ അറിയിക്കാതെ നീയായിട്ട് തുടങ്ങി വെച്ചതെല്ലാം നീയായിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചു തരണം. സ്വന്തം മകളുടെ ജീവന് വേണ്ടി ഒരച്ഛൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. അവളുടെ കഴുത്തിലണിഞ്ഞ അവളെനിക്ക് നഷ്ടാവുന്ന പറയുന്നത്. ഇതൊന്നും അറിയാതെ അവളുടെ കല്യാണത്തിന് ഒരുങ്ങ.
ഞാനിനി എന്താ ചെയ്യേണ്ടത്? മുത്തശ്ശൻ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. നീ അവളെ മറന്നേക്കും മോനെ.